എത്തൊക്കെ പണി അത് ഞാൻ ഇവിടെ കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇങ്ങനെ തട്ടേ. മാറാലൊക്കെ എല്ലായിടത്തും മാറാലെന്നെയാണ്. നമ്മളെ ആ ബർഗർ അതാണ്, അതില് നിറച്ചും ചെതല് പിടിച്ച് അമ്പിക്കാണ്. അതൊക്കെ ഇജ്ജ് ഒരാളെ കൊണ്ടുവന്നാണ്ട് അത് നേരെ അയച്ചാ മതി. ഇജ്ജ് എടുക്കണ്ട. ഇജ്ജ് എടുത്തിട്ടുണ്ടെങ്കിലേ റെയിം വന്നാണ്ട് അങ്ങനെ ചീത്തയും പറയും. ഇതിപ്പോ അതിനകത്തുള്ള പണിയൊന്നുമില്ലമ്മ, ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയ പണി തന്നെ ഉള്ളൂ. അതിനിപ്പോ ഒരാളെയൊന്നും വിളിച്ചണ്ട. അങ്ങനൊന്നല്ല, ജാവണ കാലത്ത് നല്ലോണം മണ്ടിപ്പാഞ്ഞ് നടന്നു നിർത്തിയില്ലേ റെയിമിന്റെ ഒപ്പം ഉണ്ടായിന്ന് അന്നൊക്കെ. ഇനിയിപ്പൊ ഇങ്ങനൊക്കെ മതി. ഇജ്ജ് ഒരു ഭാഗത്ത് കുത്തിറക്കാൻ നോക്കിക്കോ. അല്ല, ഞാൻ എന്നോട് സീനത്തിന്റെ കാര്യം പറഞ്ഞാണ്ട് ഒരു പെൺകുട്ടീനെ നോക്കാൻ പറഞ്ഞില്ല, അതെത്തായി? അതിന്റെ വർത്താനൊന്നും പറയണ്ടമ്മ. ഞാനും റഫീഖ് വന്നേ കാളിയാവുന്നതിൽ വൈക്കാട് വരെ തപ്പി. എല്ലാം പറഞ്ഞ എന്താ വെച്ചാല് വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ അവർക്ക് പറ്റൂല, വേണമെങ്കിൽ വന്ന് പോയിക്കോളാന്ന പോലെ പറഞ്ഞു. അതിപ്പോ നമുക്ക് പറ്റൂലല്ലോ. ഇനി ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഒന്നുകൂടി പോയോട്ടെ. വേറെ സ്ഥലത്ത് ഒന്നാണ്ട് കൂടുതലൂരാ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി പോയോട്ടെ, അന്വേഷിച്ചോട്ടെ. അത് പറ്റൂലല്ലോ ഗോമോ. നമുക്ക് ഒരു ദിവസം ഫുള്ളും പെരയിൽ നിന്നാണ്ട് രാവും പകലും നിക്കണം. കാരണം എന്താ വെച്ചാല് ഓൾക്കൊത്തിനും വെച്ചാത്തല്ലേ, ഓളെ കാര്യങ്ങളൊക്കെ നോക്കിയോണ്ട് നടത്താന് ഒരാളെയാണ്. അല്ലാതെ വൈകുന്നേരം വന്ന് പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ റംലത്തൊക്കെ ഇവിടെ വന്ന് പോണുണ്ടല്ലോ, അത് മതിയല്ലോ. അത് പറ്റൂല. ഓക്ക് പാതിരക്കോ അന്തിക്കോ മൂതിക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നാലെ പോയി നോക്കാനും ഇതിനൊക്കെ ഒരാള് വേണ്ടേ. അതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ബേജാറാണ്ട, ഞങ്ങൾ ഒന്നും കൂടി പോയോട്ടെ. എന്നാ ശരിട്ടാ, നടക്കാം. ചന്ദ്രേട്ടാ, എവിടെ നിങ്ങള്? ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. ഞാനും തന്നെ എന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. കിടുവാ. അന്നേ 50,000 വാങ്ങിച്ചാണ് പോയതാണല്ലോ. ആ വാങ്ങി പോയെന്നാ എന്റെ മൂന്നായി കണ്ടു. പിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മൂടാ. അല്ല, ഇജ്ജ് എന്താ മുതലും പലിശ ഒന്നുമില്ലല്ലോ, ഇജ്ജ പലിശന്ന് കാട്ടിക്ക. എന്താ പോലെ കഥ? ചന്ദ്രേട്ടാ, അതവിടെ നിക്കട്ടെ, അതിനവിടെ മുതലുണ്ടല്ലോ ആ പേപ്പറ്. ഞാൻ അപ്പൊ അത് പറയാനല്ല തെരഞ്ഞോട് നടക്കണേ. ആ 50,000 കൂടി ഇച്ചിരി കൂടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 25 ഉറുപ്പിക കൂടി എനിക്ക് ഒപ്പിച്ചേരണം. എന്താണെന്നറിയോ, ഞാൻ എന്റെ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. അത് ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. ഈ 25 കൂടി തന്നാ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റും വാങ്ങാം, ആ ബിസിനസ്സും തുടങ്ങാം. പിന്നെ എനിക്ക് ഈ പൈസ പെട്ടെന്ന് നടക്കും ചെയ്യാം. നിങ്ങളെ പലിശ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും ചെയ്യും, എനിക്ക് എന്റെ ബിസിനസ്സും കിട്ടും. അത് പറയാനല്ലേ ഞാൻ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങളെ ഇപ്പോഴല്ലേ കണ്ടുപിട്ടിയത്. അതേതായാലും നന്നായി. അതിന്റെ പൊന്നാര കുഞ്ഞിക്കോയ, അത് എനക്കും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവൂലേ? മാണം എന്റെ വണ്ടി. അത് വേണം ചന്ദ്രേട്ടാ. ഒരു 10-20 ലക്ഷത്തിന്റെ മുതലല്ലേ ഇപ്പൊ നിങ്ങളെടുത്ത് കിടക്കണത്. എനിക്ക് ബദല് തന്നാ ഇങ്ങക്ക് തന്നെയല്ലേ ഇതിന്റെ ഇൻട്രസ്റ്റിന്റെ ലാഭം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇത് ശരിയാക്കി തരണം. അത് തരുന്ന ഇപ്പൊ തന്നെ ആ പൈസ എടുത്താണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടപ്പോ സംഗതി നിങ്ങൾക്കും ലാഭം എനിക്കും ലാഭം. ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്റെ ആധാർ എന്റെ കൈക്കുണ്ട്, ചെക്ക് ലീഫ്. പിന്നെ ഒരു കാര്യം ചെയ്യണം, ഈ ആധാർ ഇമ്മാന്റെ പേരിലാണല്ലോ. അതുകൊണ്ട് ഒരു മുദ്ര പേപ്പറിൽ ഇജും ഇമ്മയും പെങ്ങളും കൂടി ഒപ്പിട്ടിട്ട് ആ മുദ്ര പേപ്പർ കൊണ്ടുവരേ. എന്നിട്ട് ഞാൻ വേണോ വേണ്ടേ തരണോ തരേണ്ടത് തീരുമാനിക്കാം. ഇതേപോലെ അതൊക്കെ ഈ കുഞ്ഞിക്കോയ ഏറ്റവും അല്ലെ, അതൊക്കെ എനിക്ക് ഈസി അല്ലേ. നാളെ വൈകുന്നേരം ഞാൻ ആ സാധനങ്ങളും പേപ്പറും കൊണ്ടിട്ട് വരും, പൈസ റെഡിയാക്കി തന്നു. എന്നാ ശരി. ശരി. 42. ഫിറോസ, ഫിറോസ്. മുജിബക്ക. ഫിറോസ, തൃശ്ശൂർക്കുള്ള ലോഡല്ലാതെ പാലക്കാട്ടേക്ക് വേഗം കയറ്റി വിടി കേട്ടോ. ഒരു വിളിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോന്നാ വേഗം അവിടെ വേഗം ലോഡാക്ക. മുജിബക്ക, അതൊരു 10 മിനിറ്റ് കൊണ്ട് കൂടും. അതെല്ലാം ലോഡാണ്. ഇതൊക്കെ കുറച്ചുപാട് ഫിറ്റ് ചെയ്യാണ്ടേ. ലത്തീഫ് ബാങ്കിക്ക് പോയതുകൊണ്ടേ ഒന്ന് ഡീലായതാണ്. അല്ല മുജിബക്ക, റഹീമാജി ബന്ധ തീരം കണ്ടേ വരുന്നല്ലോ. എന്താ പറ്റി? ഇപ്പൊ എല്ലാം നിങ്ങൾ തന്നെ അവിടെയും നോക്കണം ഇവിടെയും നോക്കണം. മൂപ്പരെന്താ തീരണ്ട് വരാത്തങ്ങണ്ട്? അതൊന്നല്ല ഫിറോസ, ഓനൊക്കെ ഇതിന്റെ മുൻപന്തിക്ക് നല്ലോണം നിന്നീന്റെയും ഇതാക്കിയിട്ടൊക്കെ ആളന്നെയായിരുന്നു. പക്ഷെ ഓനിപ്പോ എന്താ വെച്ചാലേ അവിടെ ഡീലർഷിപ്പ് എടുക്കാനും ഇവിടെ ഡീലർഷിപ്പ് എടുക്കാനൊക്കെ ഇതിനേക്കാളും ഇതായിട്ടൊക്കെ നിന്നീൻ്റെ ഒക്കെ ഒരാളന്നെ. പക്ഷെ ഓനാകെ തളർത്തിയ എന്താ വെച്ചാല് ഓനെ പെണ്ണുങ്ങൾ ആക്സിഡന്റ് ആയല്ലോ. അതിലാകെ മാനസികപരമായിട്ട് ആകെ തളർന്നു. മാസത്തിൽ ഒരിക്കല് ചെക്കപ്പിന് കോയമ്പത്തൂർ പോകണം. പിന്നെ ഇവിടെ മനസ്സിന് നേരം. അപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ താല്പര്യക്കുറവൊക്കെ ഇങ്ങനെ വന്നതാണ്. അല്ല വിചാരിച്ച മാതിരിക്ക് ഉള്ളതൊന്നല്ല. 6 കൊല്ലം താത്ത ഇരുത്തം തുടങ്ങിയിട്ടേ
ആച്ചണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ട്? അത് ഓര് രണ്ടാളും കൂടി കല്യാണം കഴിഞ്ഞ് കണ്ട് വരികയാണ്. അതിന്റെ ഇടയിൽ ഇവിടെ വെച്ചുകൊണ്ട് ആക്സിഡന്റ് ആയിരുന്നു. അത് ഭാഗ്യത്തിന് റെയിം ഒന്ന് കഴിച്ചിലായതാണ്. താത്താക്ക് ഇങ്ങനെയും വന്നു. ഇനി പോകാൻ കൊണ്ടെടുക്കാൻ വാക്കില്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. എത്തപ്പ ചെയ്യണു? അങ്ങനെയാണല്ലേ? എന്നാ മുജീബക്ക, ഞാൻ അത് ബാക്കിയുള്ള വേണ്ട കയറ്റി ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ, എന്നാ വേഗം ലോഡാക്കിയിട്ട് വിട്ടാളെ കേട്ടോ. അജ്ജായി ഭർത്താവിന് പറയണ്ട, എന്റെ 17 ലക്ഷമാണ് കുടുങ്ങി കിടക്കണത്. ആ പൈസ കിട്ടിയില്ലെങ്കിലേ ഹുസൈൻ ആരാന്ന് വെച്ചറിയും. മനസ്സിലാക്കച്ച്. മുതലാളിയാ, ഞാൻ ഇപ്പൊ വന്നെന്താന്ന് വെച്ചാല് ലൈനിൽ കുറച്ച് ആൾക്കാർ കുറച്ച് പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 10 ഉറുപ്പിക കിടക്കണം, 10 ലക്ഷം. പിന്നെ പഴയമാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നില്ല പൈസ. ഞാൻ ചോദിക്കാനും പിടിക്കാനും ഒന്നുമല്ല, കഴിച്ചിന മാതിരി അതിന്റെ അപ്പുറം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പൈസ കിട്ടണ്ടേ? അപ്പൊ നമുക്കൊരു 10 ലക്ഷം ഇറക്കി നിർബന്ധം. അപ്പൊ എന്നാലും നമ്മളെ ബിസിനസ് മുന്നോട്ട് പോകും. എന്താ ചുമല എന്താ 5 ലക്ഷം വാങ്ങിക്കൊണ്ടത്? 2 മാസത്തിലേറെ കണക്ക് തന്നിട്ട് ഇറക്കണേന് വല്ല കണക്കുണ്ടായിട്ട് നിന്റെ അത് കണക്കുണ്ട് കേട്ടോ. ഒക്കെ ഇരിച്ചിക്കണ്. ആദ്യം തിത്ത് വർത്താനം പോയാലേ കണക്കും കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതൊന്നല്ല ഇപ്പത്തെ നമ്മളെ പ്രശ്നം. നമ്മളെ കുഞ്ഞിക്കോയുണ്ടെന്ന് ഓൻ ആദ്യം 50,000 നമ്മളിന്ന് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ അടുത്തുണ്ട് കണക്ക്. പക്ഷെ ഓനത് പോരാ. അപ്പൊ വീണ്ടും ഒരു 20,000 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? കൊടുക്കണോ കൊടുക്കണ്ടേ? ഓഞ്ഞി ഇതൊന്നും ചോദിച്ചിക്കണോ? അടക്കലൊന്നും ഉണ്ടാവില്ല. അത് കൊടുക്കാൻ മക്ക്. പിന്നെന്താ പേപ്പർ കയറി വാങ്ങിക്കൊണ്ടിട്ടോ. പിന്നെന്താ ഓന കൊടുക്കാതെ വിൽക്കലേ രസം ഉണ്ടാവുള്ളൂ. അത് ഞാൻ എടുത്തോണ്ട് കേട്ടോ. ജെന്റെ മട്ടം പോലൊക്കെ ചെയ്തോ. അതൊക്കെ വേണ്ട മാതിരി ഞാൻ എഴുതി വാങ്ങിക്കൊണ്ട് കടലാസും പേപ്പറും ഒക്കെ. ഇപ്പൊ അതൊന്നല്ല. നിങ്ങൾ പെട്ടെന്ന് പോയി കായിട്ടണി നേരല്ല. ഓരോരുത്തർ കാത്തിക്കണ്. നമ്മളെ ബിസിനസ് ഉഷാറാവല്ലേ? ഞാൻ കൊയ്യീകളി നാളെ കൊണ്ടുവരാവില്ല. ഇമ്മാന്റെ കുട്ടി 2 കുടം കൂടി പോയി കൊണ്ടുവന്ന തുള്ളി വെള്ളത്തില്ല. 2 കുടം കൂടി ഇമ്മാരോട്ട് പോയി കൊണ്ടാല്. അല്ലമ്മ, കുഞ്ഞു പോയിപ്പോ 2 ദിവസമായില്ലേ? ഓന്റെ വല്ല വിവരം ഉണ്ടപ്പോ? ഇച്ചറിയില്ല എന്റെ സുബേദ. ആ പൈസയും കൊണ്ട് ഓൻ കളഞ്ഞില്ലേ? ഉമ്മ, ആ ചന്ദ്രേട്ടപ്പൊ 2 വട്ടം ഇവിടെ വന്നില്ലേ ഓ പൈസ വാങ്ങിക്കാണ്ട്? ഇനിയിപ്പോ എന്താ കേട്ടോ, അവസാനം നിങ്ങൾ ആ മുദ്രവേപ്പ എന്നെ കൊണ്ട് ഒപ്പൊടിയിച്ചു. ഇനി എവിടുക്കൊക്കെ പടം എത്ര എനിക്കറിയില്ല. വേദ, ഞാൻ കരുതിയല്ലോ ഓന് ബാങ്കിൽ കൊണ്ടുവെക്കാനാണെന്നാണല്ലോ ഞാൻ കരുതിയത്. ഇതിപ്പോ ആ പലിശക്കാരത്തെ ഏൽപ്പിച്ചത് ഞാൻ അറിയില്ലല്ലോ. നമ്മളെ ഇരിക്കാപൂര എന്താകൂന്ന പഠിപ്പച്ച തമ്പുരാനക്ക് അറിയാം. റബ്ബേ, എത്ര നീ കാട്ട് നമ്മളെ ഒരു ഗതികേട്. എടാ ചന്ദ്ര, കുഞ്ഞുക്കോന്റെ കാര്യം കാര്യം എന്തായി? അത് പറയാൻ തന്നെ മുതലാളി ഞാൻ വന്നു. ഞാൻ ഈ ചങ്ങായിനും തിരഞ്ഞു ചെല്ലുമ്പോ ഓ അപ്പം പിന്നെ എവിടെ കണ്ടാലോ ഇല്ലാത്ത ഉടായ്പ മുഴുവൻ പറഞ്ഞ് നമ്മളെ ഇപ്പം ഓൻ്റെ എന്തായാലും ഉടായ്പെന്ന് ഉറപ്പായി. ഓൻ്റെ കായ് കിട്ടിപ്പോ ഇച്ചിരി പണി. നമ്മൾ ആഴ്ച സമയം കൊടുത്തു. ഓന്റെ പെരക്കും സ്ഥലത്തും കൂടി 7 ലക്ഷം നമ്മൾ പറയുകയും ചെയ്തു. ഓൻ അതിന്റെ ഇടയിൽ അത് അടക്കൂല. ഇച്ചൊരു കാര്യം ചെയ്തടാ, അവിടെ ഇറക്കിക്കളവനെ കേട്ടോ. എന്താ വേണ്ടി ചെയ്തോ? ഒന്നാറുണ്ട് റഫീഖെ, ഇത് അനക്ക് അതൊന്നാണ് പോയി കൂടെ ഞാൻ നേരത്തെ. ഇതെല്ലാം കൂടി ഇപ്പൊ എന്റെ തലയിട്ട് ഞാൻ ഇതും നോക്കണം അതും നോക്കണം. എത്തപ്പോ ഞാൻ കാട്ടത് എത്ര കോമൊക്കെ നിങ്ങൾ പറഞ്ഞത്? ഇന്ന ആചാരാക്ക് സാധനം പറഞ്ഞ മാർക്കറ്റിൽ കണ്ടിച്ചാ പിന്നെ അതിന്റെ ഒരു കോട്ടേഴ്സിൽ നിങ്ങൾ മിഞ്ഞാന്ന് ഓട് മാറ്റാനൊക്കെ പണിക്കാർ അവിടെ പണിക്കാരെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് ഞാന്. അത് നോക്കിച്ച് അതാ തേങ്ങ വീണിട്ട ഓടൊക്കെ പൊട്ടിന കുട്ടികളെ തലികൂടി വിടാൻ അതാ ഓടൊക്കെ മാറ്റിയല്ലേ. അതല്ല ഞാൻ എല്ലാം കൂടി മണ്ടൊക്കെ എനിക്കൊല്ല ഒരു ഫ്രീ കിട്ടിയില്ലല്ലോ. നിങ്ങൾ എന്താ എന്നെ കുറ്റം പറഞ്ഞേ ഈ കാര്യത്തില്? എന്നെ കുറ്റം പറഞ്ഞല്ല റഫീഖെ, ഇതെല്ലാം കൂടി ഇപ്പൊ ഞാൻ നോക്കിയാൽ നടക്കുവോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യം നോക്കണം അതും നോക്കണം ഇതും നോക്കണം ഒക്കെ പാടെ ഞാൻ എത്തിച്ചെത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയണ്ട എന്നോട്. കുറ്റപ്പെടുത്തണ്ട. എന്നെ കുറ്റപ്പെടുത്തിയല്ല റഫീഖെ, ഞാനിപ്പോ ഇത് അവിടുത്തെ നോക്കണം ഇവിടുത്തെ നോക്കണം ഇതെല്ലാം കൂടി. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊന്നാൾ പോയൊക്കെ മതിയാണ് ഇപ്പൊ അത്. അത്രേ ഉള്ളു ഇപ്പൊ അതേ. എല്ലാത്തിനും ഇപ്പൊ ഞാൻ തന്നെ വേണല്ലോ. അതല്ലേ? ആചാരൊക്കെ കൊടുക്കും പോയിട്ടില്ലല്ലോ? ഇവിടെ തന്നെയല്ലേ? ഇവിടെ ഉണ്ട്. ഞാൻ വിളിച്ചോണ്ടാ കയറി ഇരിക്കല്ലേ എത്തിപ്പ. ലത്തീഫേ, ഇരിക്ക. അജരാക്ക, ഓഡിറ്റിനുള്ള കണക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങളെ സൈന് കിട്ടിയാൽ ഇപ്പൊ നമുക്കവിടെ കൊടുക്കുന്നു. ആയിക്കോട്ടെ.
ഏതായാലും ഇജ്ജ് ഇന്ന് വന്ന നന്നായി. നാളെ ഇപ്പൊ ഞങ്ങൾ കോയമ്പത്തൂർ പോവാൻ നിൽക്കേ. ആ കണ്ടില്ലേ? ചെന്നോ. എന്നാ പോരെ. ആ ഹാജരാക്ക നാളെ ഇപ്പൊ നിങ്ങള് കോയമ്പത്തൂർക്ക് പോണ് താത്താന്റെ കാര്യത്തിന് നിൽക്കാല്ലേ? ആ അതന്നെടാ. ആ എന്താണ് സുഖം തന്നെ അല്ലേ? ഇപ്പൊ കുറവില്ലപ്പോ? ആ കുറവുണ്ട്. ലത്തീഫ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പോരുള്ളൂ. പിന്നെ നമ്മളെ ചാരിറ്റി ഫണ്ടൊക്കെ ഇപ്പൊ എത്ര നീക്കിച്ചിട്ടുള്ള കുറി കണക്കിന്റെ ശേഷം എന്താ മുജീബ് പറഞ്ഞപ്പോ അതിനെ പറ്റി? ചാരിറ്റി ഫണ്ടൊക്കെ 5 ലക്ഷം മാറ്റി വെച്ചിരുന്നു. മുജീബാക്കപ്പോ അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലേന്ന്. ഈ ഒരു 5 ലക്ഷം മാത്രമേ ഉള്ളൂ. പൈ അതിലുണ്ടായിരുന്ന മുഴുവൻ നിങ്ങളെ ആൾക്കാരെ പറഞ്ഞേച്ചാണ്ടേ ഉള്ള നമ്മള് കൊടുത്തു വിട്ടല്ലോ ഇപ്പൊ. കേട്ടോ അതിനുള്ളൂ ഇപ്പൊ. അതായിക്കോട്ടെ ലത്തീഫേ. എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുജീബിനോട് ചോദിച്ചേക്കാണ്ടേ അത് ചെയ്താണ്ടി. ആയിക്കോട്ടെ. ഓക്കെ. വലൈക്കും സലാം. നിങ്ങൾ എന്തിട്ടാ കാട്ടണത്? ഇച്ചിറക്കം മതിയേ. കുറച്ചും കൂടി പൗഡർ ഇട്ടും വെച്ചിയേ കാണാൻ ചൊറുക്കായി. അത്ര ചൊറുക്കൊക്കെ മതി. ഉള്ള ചൊറുക്കൊക്കെ മതിന്ന്. ആ ഇപ്പൊ ചൊറുക്കൊക്കെ കൂടിയിരിക്കണം. മതി. ആ അത് ഓമക്ക ഓലെ പണിയെടുക്കൂലെന്ന് ഓലെ വെറുതെ വിളിച്ചാണ് നമ്മള്. നിങ്ങളാട്ടൊക്കെ നല്ലത് എന്താ നിങ്ങള് ബംഗാളികളാണ്. ഓരാകുമ്പോ എന്താ വെച്ചാല് എന്തേലും തിന്നാനും കൊടുത്താൽ മതി. ഓരങ്ങനെ പണിയെടുത്തോളും. അല്ല നാളെ ഇപ്പൊ നമ്മള് കോയമ്പത്തൂർക്ക് പോകണം പറഞ്ഞിട്ട്. ആ നാളെ പോണം. പോണല്ലേ? ഞാനായിട്ട് പോരണോ? ഞാൻ വേണമെങ്കിൽ പോരാ. വേണ്ടേ റഫീഖ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ആ ആയിക്കോട്ടെ. ഞാൻ ഇവിടെ നോളാം. പണിക്കാർക്കുള്ള കഞ്ഞി അയക്കണോ നോക്കട്ടെ. നേരം കുറയല്ല. അതൊന്ന് കൊണ്ടുകൊടുക്കാനുള്ള കൊണ്ടുകൊടുത്തത്. ആ എന്താ അമ്മയും കുട്ടികളും കൂടി പറയണ്ടേ? ഓരോരോ കാര്യങ്ങള്. നാളെ പോകാനുള്ളതേ ഇത് എടുത്ത് വെച്ചോണ സാധനങ്ങളൊക്കെ മനോട് പറഞ്ഞു കണ്ട് റംലിമ്മൊക്കെ പടെടുത്ത് വെച്ചിക്കണം. പിന്നെ കാക്കോ ഞാൻ കുറച്ച് ദിവസം നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങളിനെ ചീത്തൊന്നും പറയരുത്. അതിപ്പോ എന്താ? ഏതായാലും ഇത് പറയേ. എന്നിട്ട് ആലോചിച്ച നമുക്ക് ചീത്ത പറയണോ വേണ്ട എന്നുള്ളതൊക്കെ. പറ. അത് പിന്നെ എന്താണെന്നറിയോ, കുട്ടികള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകും. പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളും തന്നെ എങ്ങോട്ടേലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരികയെന്ന് അറിയില്ല. നമ്മളെ പിലാപ്പറമ്പിലുള്ള ആ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നാലോ? കോയമ്പത്തൂർ പോയി എന്നിട്ട് മതി. അവിടെ ആവുമ്പോ എന്റെ ചെങ്ങാഴ്ച മുന്താസുണ്ട്. ഓളാവുമ്പോ എന്റെ ഒപ്പം മുണ്ടി പറയാനൊക്കെ ഒരാളായി. എനിക്ക് ഓരോരോ തോന്നലാണല്ലോ സീനത്ത്. അപ്പൊ അതാപ്പോ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ പോയിക്കണം നല്ല. ഏതായാലും ഉമ്മാനോടും ചോദിച്ചു നോക്ക. ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് ദിവസം അവിടെയും പോയിക്കാലോ. ഏതായാലും നാളെ പോകാനല്ലേ. ഇതൊക്കെ എടുത്തേക്കട്ടാ. ഉമ്മ ഇവിടെ നമ്മള് ടൂറ് പോവല്ലോ അങ്ങട്ട്. പറയണേ അതമ്മ ഓലെ ടൂറ് പോവാച്ചിട്ടേ അവർക്ക് പാർക്കിലൊക്കെ പോണത്. കുട്ടികളതല്ല സീതത്ത് പറഞ്ഞിട്ടെങ്ങള് ഓക്കിപ്പോ കുറച്ച് ദിവസം നമ്മളെ പിലാപ്പറമ്പിലുള്ള പെരി പോയിക്ക. ഇവിടെ നിന്നിട്ട് ഒരു ഇടങ്ങാറ്. ഇതപ്പോ നിങ്ങളെ അഭിപ്രായം? ഓക്കെ അങ്ങനെ ഒരു പൂജയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അവിടെയും പോയിക്കുക. അതിപ്പോ നമ്മള് വീട് തന്നെയാണല്ലോ. അതിപ്പോ കുറെ കാലം അതിലിപ്പോ ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്നു. അതും തന്നെ തട്ടി മുട്ടിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാഞ്ഞാൽ അതും കറ്റ കേടെന്ന് പോകുള്ളൂ. ആയിക്കോട്ടമ്മ. എന്നാലേ അവിടെ ഒന്ന് നന്നാക്കാൻ പറയാം. പൂമാക്കാൻ ഒരാളെ കൊണ്ടേക്കണ്ടേ ശരിയാക്കിയിട്ട് നമുക്ക് കോയമ്പത്തൂർ പോയി നിന്നിട്ടാണ് പോവാ. സീനോ പനിട്ടിയാക്കാണ്ട് പോകേണ്ടതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓർക്ക് പോയി പോവാനാണ്. വേർക്കൊന്നും പോണ്ട. നിങ്ങൾ റഹീമാജനത്തൊക്കെ പോയിട്ട് എന്താ പറഞ്ഞത്? ഒരാഴ്ച ഇരുപത് പറഞ്ഞ സമയം അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ നമ്മള് കാട്ടുക? റഹീമാജിയും പെണ്ണുങ്ങളും കോയമ്പത്തൂർക്ക് പോയതാണ്. റഹീമാജിന്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലാതെ നിക്കല്ലേ. എന്നിട്ട് ഞാൻ ആ മുജീബാക്കാരുടെ അടുത്ത് തെരഞ്ഞു പോയി. മുജീബാക്ക എന്നോട് പറഞ്ഞത് റഹീമാജി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെ തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മ നല്ലൊരു കുടുക്കി തന്നെയാണ് ഇപ്പൊ പെട്ടക്കണത്. ഏതായാലും ഓ എവിടെയാണ് പോയി കിടക്കണതാവോ അറിയില്ല. അത് വരുന്നു. പള്ളി പഴിച്ചിട്ട് വെച്ച രാവിലെ കട്ടൻ ചായ കുടിച്ച വല്ലതും ഉണ്ടോ? ചന്തിക്ക് തന്നെ പോകും വേണം. എന്തെങ്കിലും കടിക്കാണി വളപ്പിക്കാണി എന്തേലും
എത്താ കുഞ്ഞെ എനിക്ക് ഇങ്ങനെ വന്നും പോയി നിന്നാ മതി അന്തിക്കും പാതരക്കും. ഞങ്ങൾ ഈ 2 പെണ്ണുങ്ങളാണ് കടന്ന് കെതിയിരുന്നത്. എനിക്ക് വല്ല വിവരം ഉണ്ടോ? എന്റെ കടക്കാര് ഞങ്ങൾ വന്നു കണ്ടാണ് ഈ തൊയിരം കിടക്കണതേ. എനിക്ക് വല്ല വിവരം ഉണ്ടോ? ഞങ്ങൾ എന്തായി കാട്ടുന്നത്? എന്താ എന്റെ വിചാരം? എനിക്ക് ഈ അന്തിക്കും പാതരക്കും വന്ന് ഇങ്ങനെ പോയാൽ മതി. പെരേത്തെ ഒരു ഉത്തരവാദിയോ ഒരു കാര്യം എനിക്ക് അറിയണ്ട അല്ലേ? എന്താ മനസ്സിലാക്കിയത്? എത്തമ്മങ്ങള് പറയണത്? നിങ്ങളെ ഇടങ്ങാറ് പറഞ്ഞു, എന്റെ ഇടങ്ങാറ് ആരും കാണുന്നില്ലല്ലോ. കമ്പനി പൊളിഞ്ഞു, മാനേജറൊക്കെ മുങ്ങിയില്ലേ. ഞാൻ ഇപ്പൊ എത്ത കാട്ടണു? മനസ്സിൽ പഴിച്ചിട്ട് വെച്ചാ നിങ്ങളോടല്ല വേറെ ആരോട് എനിക്ക് ചോദിച്ചാൻ പറ്റുമോ? അവിടെ ഇവിടെ പോയാൽ എനിക്ക് വല്ലതും തരുമോ? എനിക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എനിക്ക് നിങ്ങള് വല്ലതും തന്നാൽ തന്നെയല്ലേ എനിക്ക് കിട്ടുള്ളൂ. എനിക്കിപ്പോ പോണം എന്തേ തന്നാണ്ട്. നിങ്ങൾ എന്റെ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി. സുബൈദ എനിക്ക് കുറച്ച് ചോറാമ്പി കൊടുത്താടി. ഞാൻ അയക്ക് വെള്ളം മറന്നു പോകാൻ വരുന്നുണ്ട് ഇപ്പൊ എനിക്കറിയാം. എടുത്തു കൊടുത്തടാ. ഓനാ കഞ്ഞൊക്കെ അവിടെ കുടിച്ചോണ്ട് പോയിക്കോളൂന്. ആ സൈക്കിൾ നിർത്തിയാണ് കൊണ്ടു വെച്ചാൽ സൈക്കിൾ അവിടെ ആയ്മന്ന് വീണ് കാണും കജും കാലും കിടന്നാലേ സ്കൂളിൽ പൂട്ടി നിങ്ങൾക്ക് തന്നെ പണി. സൈക്കിൾ കുട്ടി കളിച്ച കൊച്ചി അവിടെ ആ ഞാൻ പോയിട്ട് വരാം. അവിടെ കൊണ്ടാക്കിട്ടാ അരിക്കട കൊണ്ടാക്കി. കൂട്ടിയാൾ പറഞ്ഞാലും കേൾക്കൂല. ആ റഫീഖ എടാ അജയല്ലേ ഔത്ത് ആകെ പ്രശ്നമായിക്കുന്നു. എന്താ പുതിയ പ്രശ്നം? ചന്ദ്രൻ പോയിക്കാണ്ടേ ആ കൈസാത്തല്ലേ നമ്മളാ കുഞ്ഞിക്കോയന്റെ കൈസാത്തേ ഓല പെരീച്ചെന്നാണ്ട് ആ ചട്ടിപാത്രക്കത്ത് വലിച്ചു തന്നെ അവിടെ ആകെ പ്രശ്നമായിരുന്നു. അറ്റങ്ങളിപ്പോ ആകെ നൊലോടിച്ച് അറിഞ്ഞിരിക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെയല്ലേ ആചാര്യയുടെ വിവരം എന്ന് പറയണല്ലോ. പിന്നെ നമ്മളിപ്പോ മാറാനുള്ള പേരേക്ക് സാധനങ്ങളൊക്കെ ഇപ്പൊ വണ്ടിക്ക് കയറ്റി വിട്ടിട്ടുള്ളൂ. നിങ്ങൾ കാര്യം ചെയ്യാം, വിവരം നിങ്ങൾ തന്നെ നേരിട്ട് പോയി പറഞ്ഞാളി. ആയിക്കോട്ടെ എന്നാ അതിലിപ്പോ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. പോയി നോക്കല്ലേ? പോയി നോക്ക. കസ്താത്തേ എന്നെ കണ്ടിരുന്നു. അപ്പൊ ഞാന് അതായിരിക്കും വിളിച്ച് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. പിന്നെ എന്താ അറിയോ, ഇജ് വന്നതിന്റെ ശേഷം നമുക്ക് ഒന്നിച്ച് അവിടെ പോവാ എന്നുള്ള നിലക്ക്. അല്ല മുജീബ്, എനിക്ക് മനസ്സിലാകാത്ത എന്താ പറയുക, ഇതിന്റെ ഒക്കെ പിന്നിൽ ഉസൈൻ ഉണ്ടല്ലോ, ചന്ദ്രന്റെ എല്ലാ പരിപാടിയും. ഓനിപ്പോ അതിലെന്താ റോള് മനസ്സിലാവാത്ത? അതന്നെ ഇപ്പൊ ഇന്ത്യൻ സംശയം. ഹുസൈൻ എപ്പോഴും അവന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. ഏതായാലും നമ്മളൊന്ന് പോയി നോക്കാം. പോയി നോക്കാം. റഫീഖേ വണ്ടി എടുക്കാം. പോകാം കേറി.